കാലം മാറിയിട്ടും ചിലർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. കൊല്ലം കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയുണ്ടായ സംഭവം അതിനൊരു ഉദാഹരണം മാത്രം. ചുരിദാർ ധരിച്ചെത്തിയതിന് പ്രധാനാധ്യാപികയെ സ്കൂൾ ഗേറ്റിൽ തടഞ്ഞു. ഇന്ന് ഈ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് വിശദീകരണം തേടി. സെക്യൂരിറ്റിയുടെ പണിയും പോയിട്ടുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ പിരിച്ചുവിട്ടു. കാണാം ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലം മാറുന്നത് കാണാത്തവർ. ചുരിദാറിട്ടെത്തിയതിന് പ്രധാനാധ്യാപിക സിന്ധു എസ് നായരെയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റിൽ തടഞ്ഞത്. ചുരിദാർ ധരിച്ചെത്തിയാൽ പ്രവേശിപ്പിക്കേണ്ടെന്നാണ് മാനേജർ നൽകിയ നിർദ്ദേശമെന്ന് സെക്യൂരിറ്റിക്കാരൻ നൽകിയ വിചിത്രമായ മറുപടി. അധ്യാപിക പരാതിപ്പെട്ടതോടെയാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത്. പിന്നീട് പോലീസ് എത്തി അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സാധാരണയായി ഏതു വസ്ത്രവും ധരിച്ചു വരാറുണ്ടെന്നും തനിക്ക് ഇതിനു മുൻപും മാനേജറുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഇടപെടൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അധ്യാപിക പറഞ്ഞു. ഞാൻ ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് സ്കൂളിൽ എത്തിയത്. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള മുട്ടയുമായിട്ടാണ് വന്നത്. എന്നെ കണ്ട ഉടനെ സെക്യൂരിറ്റി ആണെങ്കിൽ ഗേറ്റ് അങ്ങ് അടച്ച്. അപ്പൊ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി, ഓട്ടോക്കാരനെ അങ്ങ് വിട്ട് എനിക്ക് സ്കൂളിൽ പ്രവേശിക്കാനാവാതെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. പോലീസിനെ വിളിച്ചു. അങ്ങനെ പോലീസ് വന്നിട്ടാണ് എനിക്ക് സ്കൂളിൽ പ്രവേശിക്കാൻ പറ്റിയത്. വിദ്യാഭ്യാസ വകുപ്പ് മാനേജറോട് വിശദീകരണം തേടി. എന്ത് വസ്ത്രമിട്ടും വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ലെന്നും സ്കൂൾ മാനേജറുടെ വിശദീകരണം. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടറോട് ഒരു അന്വേഷണം നടത്തി എന്താ അവിടെ സംഭവിച്ചതുള്ള റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വസ്ത്രത്തിന്റെ പേരിലോ ആഹാരത്തിന്റെ പേരിലോ ഒന്നും തടയപ്പെടാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് എടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല. അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ ഗേറ്റ് കീപ്പർ ശങ്കരനെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. അന്യായമായി തടഞ്ഞുവച്ചതിനും അധ്യാപികയുടെ അന്തസ്സിന് ഹാനി വരുത്തിയതിനും ഉൾപ്പെടെയാണ് കേസ്. സംസ്ഥാനത്തെ ആദ്യ നിയമസഭയിൽ അംഗവും മികച്ച മന്ത്രിയുമായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായരുടെ പിതാവിന്റെ പേരിലുള്ള സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കാണ് ഇത്തരം ദുരനുഭവം നേരിടേണ്ടി വന്നത്. സ്ത്രീ ശാക്തീകരണത്തിലും സാമൂഹ്യ പുരോഗതിയിലും മുൻനിരയിലെന്ന് അഭിമാനിക്കുന്ന സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് ഇത്തരം സംഭവങ്ങൾ. 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ സ്കൂളിൻ്റെ ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും. നേരത്തെ അങ്ങനെ ഡ്രസ് കോഡിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് ഇടാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇഷ്ടമുള്ളത് ഇടാം, ഏത് വേണേലും ഇടാം. അവനവൻ്റെ ഇഷ്ടം. വളരെ തെറ്റായ നടപടിയായിട്ട് എനിക്ക് തോന്നിയത്. അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് തോന്നിയില്ല. കാരണം വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. School wants it, they can wear, but it shouldn't be too informal. Should be like chudar or whatever they feel they are comfortable in, so they can teach well. ടീച്ചർ ചെയ്ത കാര്യമാണ് അവർ ചെയ്തത്. സ്കൂളുകാർ ചെയ്തത് തെറ്റാണ്. ടീച്ചർ ചെയ്തത് ടീച്ചറിന് ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ള വസ്ത്രധാരണം ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് വിഷയം? പക്ഷെ മര്യാദ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അത് ധരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് തന്നെ, തീർച്ചയായും ചുരിദാർ എന്നൊരു മാന്യമായ ഡ്രസ്സാണ്. മര്യാദക്ക് ഇതായിട്ട് ഒന്ന് പഠിപ്പിച്ചാൽ പോരെ, അതിനല്ലേ കാര്യമുള്ളത്. എപ്പോഴും സാരി തന്നെ നല്ലത് കൊച്ചുങ്ങളുടെ മുമ്പിൽ. യാത്ര പോകുമ്പോൾ ചുരിദാർ ഒന്നുമില്ലെങ്കിൽ അധ്യാപിക അല്ലയോ, ആ ഒരു ബഹുമാനങ്ങളും കൊടുക്കണമായിരുന്നു. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ കംഫർട്ടിനനുസരിച്ച് വേണം. ഈ വെയിലത്ത് അങ്ങനെ നിർത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ടീച്ചർമാർക്ക് എന്തോ ചുരിദാർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.